നമസ്കാരം. പ്രഭാതവന്ദനത്തിലേക്ക് സ്വാഗതം. നമ്മുടെ സമൂഹത്തിൻ്റെ വിജയത്തിൻ്റെ അടിസ്ഥാന ഘടകമാണ് സഹവർത്തിത്വം. വിവിധ ചിന്തകളും ചെയ്തികളും നിഷ്ഠകളും ഒരേ ലക്ഷ്യത്തിലേക്ക് സമന്വയിപ്പിക്കുക വഴി സഹവർത്തിത്വം പൂർണ്ണമാകുന്നു. വിട്ടുവീഴ്ചയും സഹകരണവും പൊരുത്തക്കേടുകളെ അസ്ഥാനത്താക്കുന്നു. സ്നേഹവും ദയവും കാരുണ്യവും പകരുക വഴി നാം സ്വയം ഉയരുകയാണ്, അതുവഴി നമ്മുടെ സമൂഹവും. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രവൃത്തികളിൽ നന്മയും സ്നേഹവും സഹകരണവും ചാലിക്കുവാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രഭാതവന്ദനത്തിലേക്ക് കടക്കുന്നു. പല ചികിത്സാശാസ്ത്രങ്ങളും പുരോഗമിക്കുമ്പോൾ നമ്മുടെ കേരളത്തിൽ നാട്ടുവൈദ്യവും പുരാതന ആയുർവേദവും ഒക്കെ ഒറ്റപ്പെടുകയാണ്. എന്നാൽ കാലത്തിൻ്റെ രോഗങ്ങൾ അറിഞ്ഞ് അവയെ ചികിത്സിക്കുമ്പോൾ നാട്ടുവൈദ്യത്തിൻ്റെ മഹിമ ഉയരുകയും പഴമയുടെ സത്യം നാം കാണുകയും ചെയ്യുന്നു. തിരുവനന്തപുരത്ത് വെള്ളനാട് കളരിക്കൽ കുടുംബത്തിൻ്റെ പരമ്പരാഗത ചികിത്സയിലൂടെ ശ്രദ്ധ നേടുകയാണ് അശോകൻ വൈദ്യർ. ആധുനിക കാലത്തിൻ്റെ രോഗങ്ങൾ ഈ നാട്ടറിവിന് മുന്നിൽ വഴിമാറുകയാണെന്ന് പറയുന്ന അശോകൻ വൈദ്യരുടെ രേഖാചിത്രം ശ്രദ്ധിക്കാം. സമ്പന്നമായ പൈതൃകവും സംസ്കാരവും പേറുന്ന നമ്മുടെ ഈ മണ്ണ് മനുഷ്യ സമൂഹത്തോട് സഹാനുഭൂതി പേറുകയാണ്. ഈ മണ്ണിൽ വളരുന്ന സസ്യവും വൃക്ഷലതാദികളും മറ്റ് ജീവജാലങ്ങളുടെ വളർച്ചയുടെയും നിലനിൽപ്പിൻ്റെയും കാരണഭൂതമായി മാറിയത് ജീവോൽപത്തി മുതൽ തന്നെയാണ് എന്ന് പറയാം. അതുകൊണ്ട് തന്നെ പ്രാദേശിക സസ്യജാലങ്ങളുടെ മഹനീയതയും ഔഷധ മികവും കാലാകാലങ്ങൾ അറിഞ്ഞുകണ്ട് മനുഷ്യൻ ഉപയോഗിച്ചു വരുന്നു. എന്നാൽ ആധുനികതയുടെ കടന്നുകയറ്റവും രാസവസ്തുക്കൾക്കുള്ള അമിത സ്വാധീനവും ഈ ഔഷധ സസ്യങ്ങളുടെ പ്രാധാന്യം കുറച്ചു. എന്നാൽ നമ്മുടെ കേരളത്തിൽ ഇന്നും പല പ്രാചീന ഔഷധങ്ങളും ഒറ്റമൂലികളും പ്രചാരത്തിലുണ്ട്. ഇവ കണ്ടെത്തി ആധുനിക ലോകത്തിന് സമ്മാനിക്കുക എന്ന യത്നം പല ഭാഗങ്ങളിൽ നിന്നും നടന്നു വരികയാണ്. കളരിയുടെയും കളരിപ്പയറ്റിൻ്റെയും നാടായ നമ്മുടെ കേരളത്തിൽ അതിനൊത്ത ചികിത്സാക്രമവും ഒരു കാലത്ത് രൂപപ്പെട്ടിരുന്നു. കളരിയും പാരമ്പര്യ വൈദ്യവും സമന്വയിപ്പിക്കുന്നതിലൂടെ വേറിട്ടൊരു ചികിത്സാരീതി തന്നെ ഉരുത്തിരിഞ്ഞിരിക്കുന്നു. കളരിയുടെ പ്രായോഗികത അറിഞ്ഞ് അതിലെ മറ്റ് ചികിത്സാക്രമങ്ങളും പരമ്പരാഗത ശൈലിയും പ്രയോജനപ്പെടുത്തുന്ന ഒരു യുവവൈദ്യ പ്രതിഭയെ കണ്ടെത്തുകയാണ് നാം. തിരുവനന്തപുരത്ത് വെള്ളനാടെന്ന ഗ്രാമീണ മലയോര